ഈശോമിശിഹായ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൻഫി മാർട്ടിൻ. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ മാസം 5-ാം തീയതിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് +2 പാസ്സായി ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 1.5-2 മാസത്തോളം ഉടമ്പടി പ്രാർത്ഥിക്കുകയും ആ ഒരു രീതിയിൽ പോയി. പിന്നെ ഞാൻ ഉടമ്പടിയൊന്നും പാലിച്ചില്ല. എനിക്ക് തന്ന പത്രം പോലും ഞാൻ കൊടുത്തു തീർത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി PTE പഠിച്ചു. PTE പഠിച്ച് 3 പ്രാവശ്യം എക്സാം എഴുതി. അതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് പപ്പയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കൂടെ പഠിക്കുകയും എക്സാം എഴുതുകയൊക്കെ ചെയ്തു. പിന്നെ ഉടമ്പടിയുടെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥന ഉണ്ടോയെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോവും, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ കുറവായിരുന്നു. പിന്നെ ഒരു 4-ാമത്തെ തവണ, അതായത് 4-ാമത്തെ പ്രാവശ്യം തൊട്ട് എനിക്ക് മാർക്ക് കയറി തുടങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടണ്ടായില്ല. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ആയാലും അമ്മച്ചി ആയാലും എന്നോട് എപ്പോഴും പറയും, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, നിനക്ക് ഉടമ്പടി തീർക്കാത്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാനതൊന്നും വക വയ്ക്കാണ്ട് ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ ആയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഉടമ്പടി പാലിക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടാത്തതെന്ന്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നില്ലായിരുന്നു, കാരണം എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പാലിക്കാത്തതുകൊണ്ട് ഇനിയും ഞാൻ ഉടമ്പടി എടുത്ത് വെറുതെ മാതാവിനെ വിഷമിപ്പിക്കേണ്ട, എനിക്ക് വെറുതെ ഇങ്ങനെ മാർക്ക് കിട്ടാണ്ട് പൈസ കളയണ്ടെന്ന രീതിയിൽ ഞാനും ഇരുന്നു. പക്ഷേ അവസാനമായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി മാതാവിൻ്റെ അടുത്ത് ചെല്ലാണ്ട് എനിക്ക് ഇനി ഒരു വഴിയില്ല. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ കാണണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. എന്നിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ഞാൻ വീണ്ടും വന്നു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. അത് 25 മാർച്ച് 2025 അന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എല്ലാവരും ഉടമ്പടി എടുത്ത് നല്ല രീതിയിൽ സാക്ഷ്യം പറയണു. അപ്പം ഞാനും പറഞ്ഞതായിരുന്നു, മാതാവേ എനിക്കും സാക്ഷ്യം പറയാനുള്ളൊരു അവസരം നീ നൽകണേന്ന്. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഉടമ്പടി പാലിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ 25 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛൻ എനിക്ക് കാശ് രൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, നിനക്ക് എക്സാം പാസ്സായാൽ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആ എക്സാം ഞാൻ എന്നിട്ട് PTE എഴുതാം. അപ്പോൾ നമുക്ക് അപ്പം റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഡേറ്റും വേഗത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ആഴ്ചയിൽ ശനിയാഴ്ച എനിക്ക് ഡേറ്റ് കിട്ടി, 29-ാം തീയതി ഡേറ്റ് കിട്ടി. അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി. അന്ന് ഞാൻ തൈലവും ഉപ്പും എൻ്റെ പോക്കറ്റിൽ നമുക്കിങ്ങനെ ഓരോ തുള്ളി ഒഴിക്കാൻ പറ്റുള്ളൂ, കാരണം അവർ നമ്മുടെ കൈയും എല്ലാം സ്കാൻ ചെയ്യും, ബോഡിയൊക്കെ സ്കാൻ ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ എക്സാമിലും ഞാനിങ്ങനെ ഉപ്പൊക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയിരുന്നു. അതൊന്നും എന്നെ പിടിച്ചില്ല, കാരണം ഇച്ചിരി ഇട്ടുകൊണ്ട് പോകുള്ളായിരുന്നു. അങ്ങനെ 9-ാമത്തെ പ്രാവശ്യം എനിക്ക് കാശ് രൂപമൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് കിട്ടും, മാതാവ് എനിക്ക് തരും. അന്നും ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ തന്നെ ഞാൻ എക്സാമിന് പോയി, എക്സാം എഴുതി. ഈ 10 പ്രാവശ്യം എനിക്ക് എക്സാം എഴുതുമ്പോഴും വളരെ എളുപ്പമായിരുന്നു. എനിക്ക് ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല, കാരണം ഞാൻ പഠിച്ചത് എനിക്കറിയാം, എനിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. 10-ാമത്തെ പ്രാവശ്യം എനിക്ക് എഴുതിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ശനിയാഴ്ച എനിക്ക് കിട്ടാണ്ടായപ്പോഴും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഈ പ്രാവശ്യവും കിട്ടിയില്ല, 1 മാർക്കിനായിരുന്നു എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ 10 പ്രാവശ്യം എഴുതിയപ്പോഴും എനിക്ക് 1 മാർക്കിന് മാത്രമേ പോവുള്ളായിരുന്നു. അതും എനിക്ക് ക്ലബ്ബ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തു. തിങ്കളാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു, 31-ാം തീയതിക്ക് ബുക്ക് ചെയ്തു. അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ ബാക്കിലെ പോക്കറ്റിലിട്ടു, തൈലം എൻ്റെ ഉള്ളം കൈയിലും എൻ്റെ നെറ്റിയിലും കഴുത്തിലൊക്കെ തേച്ചു. എന്നിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ നമ്മൾക്ക് സ്കാനിങ് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇപ്പുറം ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി ഉപ്പ് ഇങ്ങനെ പാസ്പോർട്ടിലൊക്കെ ഇട്ടിട്ട് ആ ചേച്ചീനെ പിടിച്ചു. അടുത്ത ആൾ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് മാത്രമാണ് എൻ്റെ ശക്തി, അല്ലാണ്ട് എനിക്കൊന്നുമില്ല, എനിക്ക് പഠിച്ചത് ഇത്രയും പോലും 10 പ്രാവശ്യം എഴുതിയിട്ട് പോലും എനിക്ക് മാർക്ക് കിട്ടിയില്ല. അപ്പം നിനക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഉപ്പൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയും, ചിലപ്പോൾ എക്സാം എഴുതാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നെ സ്കാനിങ്ങിന് വിളിച്ചു. എൻ്റെ പോക്കറ്റ് പോലും അവർ ചെക്ക് ചെയ്തില്ല, എന്നെ സൂപ്പറായിട്ട് എക്സാമിന് കിട്ടും. എക്സാമിന് ചെന്ന് ഞാൻ അവിടെ ചെന്ന് ഉപ്പൊക്കെ എടുത്ത് എൻ്റെ പാസ്പോർട്ടിൽ, എൻ്റെ ബെഞ്ചിൽ, എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ പുരട്ടി.
ഞാൻ ഈ 10 പ്രാവശ്യം എഴുതിയാലും 11ാമത്തെ പ്രാവശ്യം എഴുതിയ പരീക്ഷ എനിക്ക് ഇത്രയും പാട് ഞാൻ എഴുതിയിട്ട്, കാരണം എനിക്ക് അവിടെ ഇരുന്ന് വരെ കരച്ചിൽ വരായിരുന്നു. എനിക്ക് കേട്ടിട്ട് മനസ്സിലാവണില്ല, എനിക്ക് വായിച്ചിട്ട് എസ്സേ പോലും എനിക്ക് എഴുതാൻ കിട്ടണില്ല. ഇത്ര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇതുവരെയായിട്ടും ആ 11 പ്രാവശ്യത്തിൽ ആ 10 പ്രാവശ്യം പോയിട്ട് എനിക്ക് ഇത്ര ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല. എന്നിട്ടും എനിക്ക് എക്സാം പാടായി കഴിഞ്ഞപ്പോൾ ആകെ വിഷമമായി. എനിക്ക് കരച്ചിലൊക്കെ വന്ന് ഞാൻ മമ്മിയോടും മമ്മി ഈ എക്സാമും പോയി, അമ്മച്ചിയോടും പറഞ്ഞു അമ്മച്ചി എനിക്ക് ഈ എക്സാമിന് കിട്ടില്ല, എനിക്ക് പോയി, എനിക്ക് ഇനിയും ഭയങ്കര വിഷമമായി. കാരണം നമുക്ക് 12 മാസത്തിൽ 11 എക്സാം എഴുതാൻ പറ്റുള്ളൂ, അതിൽ 11 പ്രാവശ്യം എഴുതി, ഇനി ഒരു ചാൻസും കൂടി ഉള്ളൂ. അത് പിന്നെ വെറുതെ ഇങ്ങനെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എഴുതണ്ട, ഇത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, UK നോക്കാമെന്ന് വിചാരിച്ചു. വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് 10ാം ക്ലാസ് തൊട്ട് ഓസ്ട്രേലിയ എന്നുള്ളൊരു വിചാരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുരിശ് വരയ്ക്കാണ്ടിരുന്നു. രാത്രിയപ്പോൾ കുരിശ് വരയൊക്കെ തുടങ്ങി മുട്ടുകുത്തി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, എനിക്ക് ഈ പ്രാവശ്യം എല്ലാ ഇൻഡിവിജ്വൽസിനും 65 എബോവ് കിട്ടണേ. അപ്പോൾ എനിക്ക് 68 എന്നുള്ളൊരു സ്കോർ എൻ്റെ മനസ്സിലിങ്ങനെ കാണിച്ചു തരാണ്. കാരണം എനിക്ക് മോക്ക് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടും, പക്ഷേ എക്സാമിന് ചെല്ലുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടാറില്ല. അപ്പോൾ ഈ 68 എന്നുള്ള സ്കോർ കാണിച്ചു തന്നപ്പോൾ മാതാവേ, ഈ മാർക്ക് എനിക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഈ പ്രാവശ്യത്തെ എക്സാമിന് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അന്ന് അപ്പം തന്നെ നമുക്ക് റിസൾട്ട് വരണോണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സ്കോറ് 68 തന്നെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട സ്കോറും എനിക്ക് കിട്ടിയ സ്കോറും 68, എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടി. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയ പോകാനുള്ള ഭാഗ്യം തന്നു. പിന്നെ എനിക്ക് വരുന്നതൊക്കെ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ്, ബാങ്കിലുള്ള പേപ്പേഴ്സൊക്കെ ആയിരുന്നു. അതിനൊക്കെ എന്നും തടസ്സമാണ്. ഒരു ബാങ്കിലെ പേപ്പർ പോലും എനിക്ക് അവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള വാലിഡ് ആയിട്ടുള്ള പ്രോപ്പർ പേപ്പർ എൻ്റെ കയ്യിലില്ല. പക്ഷെ അന്ന് ഞാൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ബാങ്ക് മാനേജർ എനിക്ക് എല്ലാ പേപ്പറും ശരിയാക്കി തന്ന് ഓരോന്നിനും ഓരോ പേപ്പറും എനിക്ക് ബാങ്ക് മാനേജർ ശരിയാക്കി തരും. ഇപ്പം ഇന്ന് ഈ വന്ന ഞായറാഴ്ച ഞാൻ ഓസ്ട്രേലിയയിലേക്ക് കയറിപ്പോവാണ്. അതേപോലെ എൻ്റെ വിസ വെറും 9 ദിവസം കൊണ്ടാണ് വന്നത്. ബാക്കി എല്ലാവർക്കും കുറേ ടൈം എടുത്തു. പ്രത്യേകിച്ച് ഞാൻ പോണത് സൺഷൈൻ കോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടെ നിന്നൊന്നും പെട്ടെന്നൊന്നും യൂണിവേഴ്സിറ്റിക്കാർ വിസ അയച്ചു തരില്ല. പക്ഷേ എനിക്ക് അന്ന് കറക്റ്റ് 9 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എക്സാം പാസ്സാവാൻ കറക്റ്റ് ഒരാഴ്ച എടുത്തുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എക്സാം പാസ്സായി. അടുത്ത ദിവസം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ എല്ലാം വിസയൊക്കെ ശരിയാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ എല്ലാ പേപ്പേഴ്സും മാതാവും ഈശോയോടെ എനിക്ക് ഒരുമിച്ച് ശരിയാക്കി തന്നു. ഞാൻ ഈ ഞായറാഴ്ച പോവുകയാണ്. പിന്നെ ഇതൊന്നും എൻ്റെ കഴിവല്ല. കാരണം 10 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്കിത് ഉറപ്പാണ്, ഇനി ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതൊന്നും എൻ്റെ ഇതല്ല, എന്താ പറയുക, ഞാൻ കാരണമല്ല. അതൊക്കെ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കണം. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ സ്വന്തമായിട്ടല്ല ചെയ്യാറ്, എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ചെയ്യാറ്. മമ്മിയും അമ്മച്ചിയും ാണ് ചെയ്യാറ്. മമ്മി ഇങ്ങനെ ഓരോ കുട്ടീനെയും പഠിപ്പിക്കുകയും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോം കെയർ അല്ല, പാലിയേറ്റീവ് കെയറിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ദിവസങ്ങളിൽ ഫുഡൊക്കെ കൊടുക്കും. പിന്നെ അമ്മച്ചി എല്ലാ ആഴ്ചയിലും പ്രത്യേകിച്ച് വ്യാഴാഴ്ച 5 പേർക്കുള്ള ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കും. പിന്നെ എനിക്ക് വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മാതാവിനോട് അത്ര വിശ്വാസം ഉണ്ടായില്ല. കാരണം 2023 എൻ്റെ ആദ്യമായിട്ട് ഞങ്ങളൊരു കോവിഡ് ടൈമിൽ അവിടെ മുറ്റത്ത് ഞാൻ നിന്നുള്ളൂ. കാരണം കോവിഡായിട്ട് ഇങ്ങോട്ട് കാര്യം കയറ്റണ്ടായില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് എനിക്ക് മാതാവിനൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. കൃപാസന മാതാവിന് വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് പിന്നെ എൻ്റെ പപ്പയ്ക്ക് വയ്യാണ്ടായി. അതിലൂടെയാണ് എൻ്റെ വിശ്വാസം കൂടിയത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കുറേ എൻ്റെ മാതാവും ഈശോയും പഠിപ്പിച്ചു. കുറേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും പറയും ഞാൻ പ്രാർത്ഥിക്കണില്ല എന്ന്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ എന്താ പറയുക, ബൈബിളൊന്നും മടിയില്ലാണ്ട് വായിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ കുറച്ച് ഉഴപ്പാണ്, എന്നാലും ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. അതേപോലെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ രണ്ടാമത് വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി. ചിലവരൊക്കെ പറയും ഇതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ പറഞ്ഞു, ചേട്ടന് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, മാതാവ് അനുഗ്രഹിച്ചോളും, എനിക്ക് എന്തായാലും കൊടുക്കണം, ഞാൻ കൊടുക്കും, ചേട്ടൻ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചേട്ടൻ വാങ്ങിച്ചു തന്നു. പിന്നെ എനിക്ക് ഈശോനോടും മാതാവിനോടും ഭയങ്കര 1000 നന്ദി പറയാനുണ്ട്.
അത്രേ ഉള്ളൂ. വിശ്വസിച്ചു. എഫെസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആൻഫി മാർട്ടിൻ ഇപ്പോൾ നമ്മളോട് ക്ലിയർ ആയിട്ട് സാക്ഷ്യപ്പെടുത്തിയത് 10 പ്രാവശ്യം PTE എക്സാം എഴുതിയിട്ട് 1 മാർക്കിന് വേണ്ടിയായിരുന്നു ഫെയിൽ ആയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 11ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പോൾ ആ എക്സാം ടഫായിരുന്നു. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഒരു 68 എന്നുള്ളൊരു സ്കോർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. റിസൾട്ട് നോക്കിയപ്പോൾ അതേ കറക്റ്റ് 68 നമ്പറിൻ്റെ സ്കോർ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി വെച്ചപ്പം വിസയാണല്ലോ എളുപ്പത്തിൽ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് 9 ഡേയ്സ് കൊണ്ട് കിട്ടി. ഇപ്പോൾ നമ്മളോട് ആൻഫി ക്ലിയർ ആയിട്ട് പറഞ്ഞ ആൻഫീൻ്റെ ഒരു മെറിറ്റും ഇല്ല ഇതിനകത്ത്. പരിശുദ്ധ അമ്മയും മാതാവ് ഈശോയും സഹായിച്ചാറ് മാത്രം എക്സാം പാസ്സായതെന്ന്. അതുപോലെ തന്നെ ഈ കുടുംബത്തെയും ആൻഫിനെയും പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തേന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.